നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ സുരക്ഷാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ ഹോട്ടലിൽ മുറിയെടുക്കാനോ ലോണിന് അപേക്ഷിക്കാനോ നേരത്ത് ആധാർ കാർഡും പാൻ കാർഡും നമ്മൾ മറ്റുള്ളവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇനി മുതൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാര്യം മറ്റൊന്നുമല്ല, നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യതയാണ് മുന്നിൽ കിടക്കുന്നത്. നമ്മൾ വിശ്വസ്തനായ ഏജന്റിന്റെയോ ബാങ്ക് ജീവനക്കാരൻ്റെയോ പേഴ്സണൽ വാട്സാപ്പിലേക്ക് അയക്കുന്ന ഈ രേഖകൾ ചെന്ന് വീഴുന്നത് അവരുടെ സ്വന്തം ഫോണിന്റെ ഗാലറിയിലാണ്. ആ ഫോൺ അവർക്ക് നഷ്ടപ്പെടുകയോ ആ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയോ ചെയ്താൽ നമ്മുടെ സർവ്വ സ്വകാര്യ വിവരങ്ങളും തട്ടിപ്പുകാരുടെ കൈകളിലേക്കാണ് എത്താൻ പോകുന്നത്. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും വ്യാജ ലോൺ എടുത്താൽ ബാങ്കുകാർ നിങ്ങളുടെ പിന്നാലെ നടക്കുകയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന വലിയൊരു ചതിക്കുഴിയിലേക്കാണ് നമ്മൾ ചെന്ന് വീഴാൻ പോകുന്നത്. ആർക്കെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വന്നാൽ അവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്ന ശീലം ദയവായി ഒഴിവാക്കി പകരം ആ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻ വഴിയോ മാത്രം നമ്മൾ രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡിജി ലോക്കർ എന്ന നമ്മുടെ സർക്കാരിന്റെ ആപ്ലിക്കേഷനും ഈ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വാട്സാപ്പിലൂടെയോ മെയിലിലൂടെയോ ഫയലുകൾ അയക്കേണ്ടി വരികയാണെങ്കിൽ ആ PDF ഫയലിന് പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ അയക്കാൻ ശ്രദ്ധിക്കുക. ആ പാസ്വേഡ് അവർക്ക് ഫോൺ വഴിയോ മറ്റു വേറെ ഏതെങ്കിലും രീതിയിലൂടെ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരിക്കൽ വാട്സാപ്പിലൂടെ പുറത്തു പോയ നമ്മുടെ രേഖകൾ പിന്നീട് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചെറിയൊരു അശ്രദ്ധ മതി ജീവിതകാലം മുഴുവൻ നമ്മൾ വലിയൊരു കുരുക്കിൽ ചെന്ന് ചാടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വിവരങ്ങൾക്കായി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.